പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് വരാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവ്, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം വീണ്ടും പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തെ ദൈവശക്തിയാൽ നിങ്ങളുടെ കുടുംബം ഇന്നത്തെ ദിവസം ഈ 17-ാം തീയതി തിങ്കളാഴ്ച ഈശോയുടെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് പുതുതായിട്ട് തുടങ്ങി വെക്കുന്ന കാര്യങ്ങളുണ്ട്. ചില കുടുംബങ്ങളെ ചിലർ വീട് പണി തുടങ്ങുന്നു, ചിലർ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇട്ടുകൂട്ടുകൾ തുടങ്ങുന്നു, ചില ആൾക്കാർ ചില നല്ല യാത്രകളും ജോലി സംബന്ധമായ യാത്രകൾ തുടങ്ങുന്നു, ചിലർ വാഹനം മേടിക്കാൻ പോകുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായ പുതിയ സംരംഭങ്ങളെയാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ സമർപ്പിക്കുന്നത്. കർത്താവേ, അതുപോലെ തന്നെ ഈശോയെ എപ്പോഴും വലിയ പ്രാർത്ഥനകളുടെ സമയത്തെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ വരണത് ചെറിയ മനുഷ്യരെക്കുറിച്ച് കൂടുതൽ കർത്താവേ സമൂഹം ബോധവാന്മാരായിരിക്കണം. അതായത് സാധാരണ വളർത്തുമൃഗങ്ങളെ കൊണ്ട് അവരുടെ വരുമാനത്തിൽ നിന്ന് ജീവിച്ചു പോകുന്ന ഒത്തിരിയേറെ മനുഷ്യരുണ്ട്.
ആ മൃഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പക്ഷികളെ വളർത്തിയും പട്ടികളെ വളർത്തിയൊക്കെ ജീവിക്കുന്നവരുണ്ട്. കുഞ്ഞ് നിറമത്സ്യങ്ങളെ, കളർ മത്സ്യങ്ങൾ വളർത്തി, അലങ്കാര മത്സ്യങ്ങൾ വളർത്തി ജീവിക്കുന്നവരുണ്ട്. കുഞ്ഞു കുഞ്ഞ് വരുമാനക്കാരെ എല്ലാം കർത്താവേ, അവർക്കതൊക്കെ നന്നായി ചെയ്യാനും അവർക്ക് നഷ്ടങ്ങൾ വരരുത്. അവർ വളർത്തുന്നത് മരിച്ചു പോവുകയോ ചത്തുപോവുകയോ രോഗം പിടിക്കുകയോ ചെയ്യരുത്. അവരുടെ മനസ്സ് ഇടിഞ്ഞു പോകരുത് കർത്താവേ. അവരെല്ലാം സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന മക്കൾ, വലിയ പ്രതീക്ഷയോടെ പഠിക്കുന്ന മക്കൾ, അവർക്ക് നിരാശയില്ലാതെ കർത്താവെ അവർ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ആശിക്കാനും ദൈവഹിതപ്രകാരം അതിനെ ഉൾക്കൊള്ളുവാനും, പരാജയങ്ങൾ വന്നിട്ട് മരണം നടന്ന വീടുകൾ, ആത്മഹത്യ നടന്ന വീടുകൾ, വർഷങ്ങളായിട്ട് വ്യക്തികൾ രോഗികളായി കിടന്നിട്ട് മരുന്നിന് നല്ലൊരു വിധം പണം ചിലവാക്കുന്ന വീടുകൾ, അതിൻ്റെ പേരിൽ പരസ്പരം സ്നേഹം നഷ്ടപ്പെട്ടവർ, സ്നേഹം തണുത്തുപോയവർ, വല്ലപാടും ലോകത്തുനിന്ന് പോയാൽ മതിയെന്ന് ചിന്തിച്ച് മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നവർ, കർത്താവേ എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വീട് പണി ആരംഭിക്കണം, പുനരുദ്ധരിക്കണം, റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ വർഷത്ത് ഇത് താങ്ങത്തില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, പല തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്, ആശങ്കകൾ അനുഭവിക്കുന്നവരുണ്ട്. പല ആൾക്കാരും കോമഡികൾ കണ്ടും ചിരിച്ചും ടി വി കണ്ടും മൊബൈൽ കണ്ടും ജീവിതത്തിൽ വരാമെന്ന് വിപത്ത് മറന്നിരിക്കുന്നവരുണ്ട്. അത് വാദിക്ക് വരുമ്പോഴായിരിക്കും അവർക്ക് ബോധം വരുന്നത്. കർത്താവെ, നിനക്ക് എല്ലാ കാലത്തും ബോധമുള്ളവനെ, നിൻ്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ബോധമുണ്ട്. അവർക്ക് ഉത്തരവാദിത്തോടെ ജീവിക്കാൻ ആവശ്യമായ കൃപയാൽ കർത്താവെ അങ്ങനെ മക്കളെ നിറക്കണമേ. പരീക്ഷ എഴുതാൻ പോകുന്നവർ, പരീക്ഷ കഴിഞ്ഞവരെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരോ സർട്ടിഫിക്കറ്റുകൾ വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, കർത്താവെ, ഓരോരോ മേൽഗതിക്ക് വേണ്ടി ഉദ്യമങ്ങളിൽ പോകുന്നവർ, ആധ്യാത്മിക തകർന്നു പോയവർ, ആധ്യാത്മിക പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു പോയവർ എല്ലാവരും സുഖം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോരോ തീരുമാനം എടുക്കാനും എടുത്ത തീരുമാനം നിലനിൽക്കുവാനും അത് കുടുംബത്തിന് ശ്രേയസ്കരമാകുവാനും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇന്നത്തെ നിൻ്റെ മുഴുവൻ സംരംഭങ്ങളെ, മുഴുവൻ ചിന്തകളെ, മുഴുവൻ തീരുമാനങ്ങളെ, മുഴുവൻ ഇടപാടുകളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര വിശ്വാസം ഉണ്ടാകുന്നാലും വിശ്വാസം പോകുന്നൊരു സമയമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു കൊച്ച് തൃശ്ശൂർക്കാരത്തി സാക്ഷ്യം പറഞ്ഞു, ഞങ്ങളുടെ വീട് ദൈവത്തോട് ഭയങ്കര അടുത്ത വീടായിരുന്നു. എൻ്റെ അപ്പൻ പ്രാർത്ഥന പ്രാർത്ഥനയായിരുന്നു. ഞങ്ങളാണെങ്കിൽ തന്നെ പള്ളി പ്രാർത്ഥനയും അതുപോലെ തന്നെ കുടുംബത്തിൽ കർത്താവിൻ്റെ കുടുംബ പ്രാർത്ഥനയ്ക്കുള്ള വീടായിരുന്നു. പക്ഷേ എൻ്റെ ചേട്ടൻ ആങ്ങള വണ്ടി ഇടിച്ച് മരിച്ചപ്പോൾ എൻ്റെ അമ്മക്ക് വട്ടായിപ്പോയി. അമ്മ 50 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്ന്. എന്നിട്ട് ഇവള് 50 പ്രാവശ്യം ഉപവസിച്ച്. ചില മക്കളൊക്കെ ഉണ്ടെങ്കിലേ കുടുംബം രക്ഷപ്പെടും. ഈ ലോകത്ത് സഹനത്തെ ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. എല്ലാവർക്കും സുഖവും സന്തോഷമൊക്കെയാണ് കൈകാര്യം ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. സഹനത്തെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ബുദ്ധൻ വന്നപ്പോഴും ബുദ്ധൻ പറഞ്ഞ എന്താണ്? ഡിസയർ ഈസ് ദ കോസ് ഓഫ് ഈവിൾ എന്ന് പറയും. ഡിസയറാണ് ഈ എല്ലാ തിന്മകളുടെയും കാരണമെന്ന് പറയും. ഈ ക്രിസ്തു വന്നപ്പോൾ എന്ത് ചെയ്ത്? സഹനത്തെ ഫേസ് ചെയ്ത്, സഹനത്തെ അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അത് മനുഷ്യൻ്റെ എല്ലാ മനുഷ്യനെ ഉണ്ടാക്കുന്ന സഹനത്തിൻ്റെ സോഴ്സ് പലപ്പോഴും പാപമായിട്ട് വരുന്നവരുകയും അതിന് പരിഹാരമായിട്ട് ഇതിന് ഒരു പ്രത്യേക മീനിങ് കൊടുത്ത്, അർത്ഥം കൊടുത്ത്, ഇതിന് നിത്യതയിലേക്കുള്ള ഒരു ആർജിക്കാൻ പറ്റിയൊരു മാർഗമായിട്ട് അതിനെ മാറ്റി, അതിനെ ഭയങ്കരമായിട്ട് ട്വിസ്റ്റ് ചെയ്ത് സഹനത്തെ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യം ജീവിതത്തിലുള്ള സഹനമുണ്ട്, സന്തോഷമുള്ളത് കാരണം രണ്ടിനെയും നെഞ്ചു പിരിച്ച് സ്വീകരിക്കാനുള്ള ഒരു തൻ്റെ ഇടം മനുഷ്യന് ഉണ്ടാകുന്ന രീതിയിലാണ് ഈ ക്രിസ്ത്യാനിറ്റി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ യോഹന്നാൻ 1:29 വായിക്കത്തില്ലേ? ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുന്ന ആളാണ് യോഹന്നാൻ. ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ആദ്യം പോയത്. ഇപ്പോൾ സഹനം വരുമ്പോൾ, വിശപ്പ് വരുമ്പോൾ, ജയിലിലെ പീഡനങ്ങൾ വരുമ്പോൾ യോഹന്നാൻ സ്നാപകന് ഉടനെ ആ വിശ്വാസത്തിൻ്റെ അലൈൻമെൻറ്റ് പോയി. ക്രിസ്തുവിൽ സംശയമായി. 10 സുവിശേഷം 11:3 എന്താണ്?
വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? യോഹന്നാൻ 1:29 ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ ആള് ഒരു സെക്കൻഡ് പീഡനങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും വിശപ്പിലേക്കും പോയപ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസം പോയി. പക്ഷേ യോഹന്നാൻ സ്നാപകന് വരെ ഇതാണ് അവസ്ഥയെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അതാണ് സംഭവം. അപ്പോൾ സ്വാഭാവികമായിട്ട് ദൈവം ഇങ്ങനെയുള്ള ഒരു കാലാവസ്ഥ അനുവദിക്കും. യോഹന്നാനെ ഈശോ നീതീകരിച്ചെങ്കിൽ ഞാനും നീതീകരിച്ചു തരാം. യോഹന്നാൻ ഈശോ നീതീകരിച്ചില്ല. ഈശോ പറഞ്ഞു ഇടർച്ച ഉണ്ടായി, ഇടർച്ച ഇല്ലാത്തവനാണ് ഭാഗ്യവാനെന്ന് പറയും. അതാണ് വിഷയം. എന്നിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? യോഹന്നാൻ ഇടറിയെന്നല്ലേ എൻ്റെ അർത്ഥം? യോഹന്നാൻ ഇടറിയെന്നല്ലേ? അപ്പോൾ ഈ വിശപ്പ് അറിയുന്നൊരു കാലമാണ് ഈ നോൻപ് കാലം. അത് കൃത്യമായിട്ട് വിശപ്പ് അറിയിക്കണ ഒരു മോക്ക് ഡ്രില്ല് പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് സഭ ഒരു പരിശീലന കാലഘട്ടം വെച്ചിരിക്കണം നോൻപിൻ്റെ. അതെപ്പോഴും നമ്മൾ ഓർക്കണം. ഇപ്പോൾ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം, യോഹന്നാൻ സ്നാപകനെ സംബന്ധിച്ചിടത്തോളം കർത്താവിന് സംശയം ഉണ്ടായി. മത്തായി 3:11-12 വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അപ്പൊ വീശുമുറ കാര്യം ഇങ്ങയുടെ പിന്തുടർച്ചയാണ് ഈശോ എന്ന് വിചാരിച്ചത്. ഇങ്ങനെ വിഷങ്ങളുടെ ചുവടിന് കൊടാലി വെച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ ആളാണല്ലോ. അപ്പം അതിൻ്റെ പിന്തുടർച്ചയായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെ അവിടെ ആദ്യം കരുണയല്ലേ കർത്താവ് കാണിച്ച എല്ലാവരോടും. എന്നിട്ട് നിങ്ങൾക്ക് മുമ്പ് വേശ്യകളും ചുങ്കക്കാരും സ്വകാര്യ പ്രവേശിക്കുന്നവരെ ഈശോ പറഞ്ഞ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈശോ നോക്കുന്നത് ഒരു വിഷയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയും പ്രേരണയും സ്വാധീനവും അവരാ വിഷയത്തെ എങ്ങനെ എടുക്കുന്നു. അപ്പോൾ അവർക്ക് പശ്ചാത്താപം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈശോ അതിനെ എഴുതി റൈറ്റ് ഓഫ് ചെയ്ത് കളയും. ഇപ്പം സുവിശേഷത്തിന് ഏറ്റവും വലിയ വിഷയം പശ്ചാത്താപമാണ്. അതുകൊണ്ടാണ് പശ്ചാത്താപത്തെ അവസാനം വരെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. നല്ല കള്ളൻ്റെ പശ്ചാത്താപത്തെ ഹൈലൈറ്റ് ചെയ്തിട്ട് അത് റൈറ്റ് ഓഫ് ചെയ്യണം കണ്ടിട്ടില്ലേ അവിടെ വെച്ച്. അവൻ്റെ മുഴുവൻ സംഭവം എടുത്തൊരു കത്തിച്ച് കളയും. ഇന്ന് നീ എൻ്റെ കൂടെ പ്രതിസ്ഥലായിരിക്കും എൻട്രി കൊടുക്കണം കണ്ടല്ലേ. പശ്ചാത്താപമാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഞാൻ നീതിമാന്മാരെ വിളിക്കാനില്ല, അനുതാപത്തിനായി പാപികളെ അനുതാപത്തിന് ക്ഷണിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പം കറക്റ്റല്ലേ സംഭവങ്ങളാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു കർത്താവിൻ്റെ ദൗത്യം, മറ്റത് വഴിയൊരുക്കണ കക്ഷി മാത്രമായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ കർത്താവിൻ്റെ നിലപാടിൽ കർത്താവ് ഉറച്ചു നിൽക്കുമ്പോൾ പക്ഷേ യോഹന്നാന് സംശയം ഉണ്ടാവും. എന്താണ് യോഹന്നാൻ വീശുമുറൊക്കെ ഉണ്ടെങ്കിൽ വീശുമുറൊന്നും ഇല്ലല്ലോ ഇങ്ങൻ്റെ കയ്യിൽ. അങ്ങനെ എല്ലാവരും പതിരെയും കതിരിനെ ഒരുമിച്ച് സ്വീകരിക്കുന്നത് പോലെയൊക്കെ യോഹന്നാന് സംശയം തോന്നും. അങ്ങനെയൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ, പുള്ളിക്ക് അങ്ങനെ തോന്നിയതാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ കർത്താവിൻ്റെ കയ്യിൽ വീശുമുറവുണ്ട്. പക്ഷേ എല്ലായിടത്തും കയറി വീശത്തില്ല. കർത്താവ് പറഞ്ഞത് വീശുമുറ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കണമെന്ന് ഈശോ പറഞ്ഞു. എന്താണ്? നിങ്ങൾ അളക്കുന്ന അളവുകോലുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളർന്നു കിട്ടും. അപ്പോൾ വീശുമുറ ആരുടെ കയ്യിലാണ്? അവനവൻ്റെ കയ്യിലാണ് ഇരിക്കണത്. അവനവൻ്റെ വീശുമുറ എന്താ കാര്യം വെച്ചാൽ നമ്മളൊരു ശിക്ഷ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം നമ്മൾ തന്നെ ആയിരിക്കുമെന്ന്. എന്താ കാര്യം? വചനം മനുഷ്യൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടു പോയി. അപ്പോൾ ഏത് ക്രിസ്ത്യാനി ആയാലും ക്രിസ്ത്യാനി അല്ലെങ്കിലും ന്യായസ്ഥാനപ്പെട്ടവരാണ് അല്ലെങ്കിലും മനുഷ്യൻ്റെ മനസ്സാക്ഷിക്കെതിരെ ഒരു വ്യക്തിയിൽ തിന്മകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ തന്നെ ആയിരിക്കും അവൻ്റെ വീശുമുറ. അപ്പോൾ അതുകൊണ്ട് കർത്താവ് ആ കാര്യത്തിൽ കോംപ്രമൈസൊന്നും ചെയ്തില്ല. യോഹന്നാൻ പക്ഷേ വീശുമുറ ഇല്ല, എല്ലാവർക്കും ഇങ്ങനെ ചാക്കിരി പാസ് പോലെ ഓൾ പ്രൊമോഷൻ, പാപികളെയും വിശുദ്ധന്മാരെയും എല്ലാത്തിനും ഓൾ പ്രൊമോഷൻ കിട്ടും എന്നൊരു ഐഡിയ തെറ്റിദ്ധരിക്കണയാണ്. ഈ തെറ്റിദ്ധാരണ വരണത് വിശപ്പും ദാരിദ്ര്യവും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴാണ് ദൈവത്തെക്കുറിച്ച് നമ്മൾക്ക് എപ്പോഴും ഒരു ഫ്രസ്ട്രേഷൻ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് ഈ നോൻപ് കാലത്തിൻ്റെ ഉദ്ദേശം വെച്ചാൽ ഒരു ഇല്ലായ്മക്കാലം, വറുതിക്കാലം വരുമ്പോൾ ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോലം പശുക്കളുടെ, മെലിഞ്ഞ പശുക്കളുടെ കാലം എല്ലാവരും മസ്റ്റാണ്. ഐശ്വര്യം, പേര്, പ്രതാപം, ആരോഗ്യമൊക്കെ ഉണ്ട്. അതുപോലെ ഇല്ലാത്ത ഒരു കാലം ഉണ്ടാകും മനുഷ്യൻ്റെ ജീവിതത്തിൽ. എല്ലാ കാലത്തും ആരോഗ്യം ഉണ്ടാകത്തില്ലല്ലോ, എല്ലാ കാലത്തും സൗന്ദര്യം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇല്ലായ്മയുടെ കാലം, വറുതിക്കാലത്തെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ഒരുക്കം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടിയാണ് സഭ
നോൻപ് സ്ഥാപിച്ചിരിക്കുന്നത്. അത് ഇന്ന് നോൻപിന് വേണ്ടി മാത്രമല്ല, ഏത് കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയാലും വർദ്ധിക്കാലമായാലും ദൈവത്തെ കൈവിടാതെ വിശ്വസിച്ചും പ്രാർത്ഥിച്ചും കൂടുതൽ സുഭിക്ഷിത കാലത്തേക്കാൾ കൂടുതൽ വിശ്വസിച്ചും പ്രാർത്ഥിച്ചും മുന്നേറാൻ ദൈവം നിങ്ങളെ സഹായിക്കണമെന്നുള്ളതാണ് ബൈബിളിൻ്റെ ഒരു ലക്ഷ്യം, ഉദ്ദേശം. അപ്പോൾ ബൈബിൾ അറിഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കുക. നമുക്ക് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എപ്പോഴും ഞാൻ പറയുന്ന പോലെ നല്ല സന്തോഷത്തിലായിരിക്കുക. വേറെ വിഷമവും സങ്കടം എല്ലാം മറന്നു കളയുക, വിട്ടുകളയുക. അതിനെക്കുറിച്ച് ഓർക്കരുത്. ഉത്കണ്ഠ എല്ലാം ഒന്നും ഓർക്കേണ്ട കാര്യമില്ല. അതിനേക്കാളും വലുതായ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം എപ്പോഴും കൊടുക്കണം. അതാണ് ആരാധന. എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുക? എപ്പോഴും ആരാധിക്കേണ്ടത് നിൻ്റെ പ്രശ്നങ്ങൾക്ക് ഇല്ല ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്, നിനക്കില്ല, നിൻ്റെ സ്വന്തത്തിനോ ഈ ബന്ധത്തിനോ ഇല്ല, നിൻ്റെ ദൈവത്തിന് മാത്രം. അപ്പോൾ അത് ദൈവത്തെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവമായിരിക്കും നിൻ്റെ രാജാവ്, ദൈവമായിരിക്കും നിന്നെ ഭരിക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ നമ്മളെ ലക്ഷ്യം എന്തായിരിക്കണമെന്ന് വെച്ചാൽ ഈ ജീവിതത്തിൽ അത് ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് ദൈവം നടപ്പിലാക്കാൻ ഞാൻ അനുവദിച്ചു കൊടുക്കണം, അത് നിറവേറ്റി കൊടുക്കണം. നമ്മൾ തന്നെ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ആ പദ്ധതി നടപ്പിലായി കിട്ടണം. അതാണ് നമ്മളെപ്പോഴും അതിനാ പറയണത്, ദൈവരാജ്യത്തിൻ്റെ അകത്തുണ്ടാകണമെന്ന്. ദൈവരാജ്യത്തിൻ്റെ അകത്ത് മാത്രമേ ദൈവത്തിന് നമ്മളോടുള്ള പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കൂ. നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. ദൈവത്തിന് ഓരോരുത്തരെക്കുറിച്ചും ദൈവം പറയുന്ന ഒറ്റ വാക്കായിരിക്കുന്നതിനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എന്നോട് ആദ്യം ഈശോ സംസാരിച്ചത് അൽത്താരി വെച്ച് ഞാൻ പറയാം, എന്നോട് ആദ്യത്തെ വാക്ക് ഇത് തന്നെയാണ് പറഞ്ഞത്, മകനെ നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. ഇത് എനിക്കിങ്ങനെയൊന്നും അറിയില്ല, ഈശോയെക്കുറിച്ചൊരു എനിക്ക് കാര്യമായിട്ട് അറിയില്ലായിരുന്നു. അമ്മ മാതാവിനെ ചെറുപ്പം തൊട്ടേ അറിയാം. അമ്മയോട് ചോദിച്ച എല്ലാം അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അമ്മ ഈ ലോകത്തിന് ഈശോനെ കൊടുത്ത പോലെ അമ്മയാണ് എനിക്ക് ഈശോനെ തന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഹൈന്ദവനായിരുന്നു, അപ്പോൾ എനിക്ക് അമ്മയോടായിരുന്നു ബന്ധം കൂടുതലും. ഞാനൊരു ദിവസം എൻ്റെ കൊച്ചിയിൽ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ ഫാമിലി ഉണ്ട്, എൻ്റെ ഭാര്യയും 2 മക്കളും. വലിയ കട്ടില, കൊച്ചിയിലെ ഏറ്റവും വലിയ വീട് തന്നെയാണ് എനിക്ക് തന്നത്. അതൊക്കെ അമ്മയോട് ഞാൻ പല സാക്ഷ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കുടിലിൽ താമസിക്കുമ്പോഴാണ് അമ്മയോട് ഞാൻ ചോദിച്ച ഒരു വീട് പോയിൻ്റ് ഔട്ട് ചെയ്ത് കാണിച്ചത്, അത് തന്നെ തന്നു. ആ വീട്ടിൽ അത് ഫോർട്ട് കൊച്ചി ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലുത്. അതൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചൊക്കെ നേരിട്ട് കിട്ടുവാന്നില്ല, അതിനൊക്കെ കുറേ പരീക്ഷയൊക്കെ ഉണ്ടാവും. അമ്മയുടെ കൂടെ നിന്ന് പോകണം. ഞാൻ അവിടെ ഒരു ദിവസം ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അന്നൊന്നും കാര്യമായിട്ട് പ്രാർത്ഥനയൊന്നുമില്ല. അച്ഛനാണ് എനിക്ക് ജപമാല പോലും പഠിപ്പിച്ചത്. എനിക്കൊരു പാംഫ്ലെറ്റ് തന്നിട്ട് ഇംഗ്ലീഷിലാണ് പഠിപ്പിച്ചത്. അതിലെഴുതിയിട്ടുണ്ടായി അത് നോക്കി പഠിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ദിവസവും ഞാനും ഭാര്യയും കൂടി ജപമാല ചൊല്ലി അത് നോക്കി പഠിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. എന്നിട്ട് ഒരു ദിവസം ഞങ്ങളെ ബെഡ്റൂമിൽ കിടക്കുമ്പോഴത്തേക്കും, അത് വലിയ റൂമാണ്, ആ റൂം ഒരു 600 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും, ഒരു വീടിൻ്റെ അത്രയും വലിയ റൂമാണ് ആ റൂം. അതിൽ മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. ബൈബിൾ എപ്പോഴും ഉണ്ടാവും. എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ഏറ്റവും നമ്മുടെ കൈയെത്തുന്ന ദൂരത്ത് അടുത്ത് എവിടെ നിൽക്കുന്നോ അവിടെ നമ്മുടെ കയ്യിൽ ബൈബിൾ ഉണ്ടാകണം.
കൊന്ത കഴുത്തിലുള്ള പോലെ തന്നെ ബൈബിൾ ഉണ്ടാകണമെന്ന ദൈവം നിങ്ങളോട് സംസാരിക്കും. നമ്മൾ ദൈവത്തിന് ആ ഒരു ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കണം. ദൈവം നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ അതിനൊരു സാഹചര്യം ഒരുക്കി കൊടുക്കണം. ദൈവം പലപ്പോഴും സംസാരിക്കുന്നത് ബൈബിൾ വഴിയാണ്. വചനം ദൈവം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുമ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക്, രാത്രി ഒരു 12-1 മണി ഉണ്ടാവും. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും എൻ്റെ വലതുവശത്ത്, ഞാൻ തലയുടെ വലതുവശത്ത് ബെഡിൻ്റെ സൈഡിൽ വലിയൊരു പ്രകാശമാണ്, നല്ല ഹൈറ്റിൽ വലിയ പ്രകാശം എന്ന് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതുപോലെ ട്യൂബ് ലൈറ്റ്, ഒരു 1,00,000 ട്യൂബ് ലൈറ്റ് ഒരുമിച്ച് കത്തിയാലുള്ള ഒരു പ്രകാശമാണ്. അപ്പോൾ കണ്ണൊന്നും മിന്നൊന്നുമില്ല, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാറുണ്ട്. പക്ഷേ എനിക്ക് കയ്യും കാലും ഒന്നും അനക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഈ വാക്കും കേട്ടിട്ടില്ല. ഇതിനെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് അങ്ങനത്തെ ഒരു വാക്ക് ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുമില്ല. കുറച്ച് ബൈബിളുണ്ട്, ബൈബിളെടുത്ത് വായിക്കും. ചെറിയൊരു ബൈബിൾ, പുതിയ നിയമം മാത്രമേ ഉണ്ട്, അത് എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കും. പണ്ട് തൊട്ടേ ഇവിടെ കൃപാസനം എന്നതിന് മുമ്പ്, പ്രാർത്ഥന അറിയുന്നതിന് മുമ്പ് തന്നെ ആ ബൈബിള് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഈശോ ജ്ഞാനമാണ്. വന്നപ്പോൾ തന്നെ, അവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ജ്ഞാനം എന്നിലേക്ക് വന്നിട്ട് അത് എല്ലാവർക്കും അത് കിട്ടും. വചനം വായിക്കുമ്പോൾ ജ്ഞാനം കിട്ടും. ഈശോനെ വിളിക്കുമ്പോഴത്തേക്ക് നമുക്ക് ജ്ഞാനം കിട്ടും. ഈശോയെക്കുറിച്ച് ഒരു അറിവ് കിട്ടും നമുക്ക്. പ്രൈസ് ദി ലോർഡ്. എനിക്കത് മനസ്സിലായി, ഇത് ഈശോ ആണ്. ഞാൻ നോക്കണം, AC റൂമാണെങ്കിലും ഫാൻ കറങ്ങണം, അതൊക്കെ നോക്കണ്ട്. അമ്മയുടെ രൂപം കാണുന്നുണ്ട്. എനിക്ക് അനങ്ങാൻ സാധിക്കുന്നില്ല. എൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ചിരിക്കുകയാണ്. മകനെ, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. ഇതാണ് ഞാൻ കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കണ്ണൊക്കെ ഞാൻ തുറന്നിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് എനിക്ക് കാണുന്നില്ല, ഈ പ്രകാശം കാണുന്നില്ല. എണിക്കാൻ സാധിച്ച് ഭാര്യയും കൊച്ചുങ്ങളൊക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനവിടെ മുമ്പിൽ തന്നെ മാതാവിൻ്റെ രൂപമുണ്ട്, അവിടെ ബൈബിളും വെച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ട് ഇത് ഈശോ ആണെങ്കിൽ എനിക്കിതിൽ അമ്മ മാതാവേ ബൈബിൾ വഴി സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് കണ്ണും പൂട്ടി വിശ്വാസപ്രമാണം ചൊല്ലി ബൈബിൾ തുറന്ന് അതിലേക്ക് തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മത്തായി 9:9 എനിക്ക് കിട്ടിയത്. അതിൽ മത്തായിനെ ദൈവം വിളിക്കുകയാണ്, നീ എന്നെ അനുഗമിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് ബോധ്യമായി, ഇത് ഈശോ ആണ് സംസാരിച്ച് എന്നെ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ അന്ന് അടുത്ത ദിവസം ഇവിടെ കൃപാസനത്തിലേക്ക് വന്ന അച്ഛനോട് ഈ കാര്യം പറഞ്ഞു. ഇത് 2003-2004 ഇത് സംഭവിക്കുന്നത്. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ച്. അപ്പോൾ ബൈബിളിൽ മെസ്സേജ് എടുത്തപ്പോഴത്തേക്ക് ഇത് തന്നെയാണ് കിട്ടിയത്. അന്ന് ഞാൻ സ്ഥാനമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞ്, അടുത്ത ആഴ്ച തൊട്ട്, അടുത്ത 2ാം ചൊവ്വാഴ്ച തൊട്ട് വിജയകുമാർ വന്നിട്ട് ഇവിടെ കൗൺസിലിംഗ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞ്, എനിക്ക് കൗൺസിലിംഗ് പോയിട്ട് എനിക്ക് വചനം പോലും അറിയില്ല, അപ്പോൾ അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് അച്ഛൻ പറഞ്ഞ്. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോഴായിരുന്നു 2ാം ചൊവ്വാഴ്ച അന്ന് ഞാൻ വന്ന് ഇവിടെ വന്നിട്ട് ഞാൻ വിചാരിച്ച അച്ഛൻ്റെ കൂടെ നിന്ന് അച്ഛൻ കൗൺസിലിംഗ് ചെയ്യുമ്പോഴത്തേക്കും, അവിടെ കുറേ പേര് കൗൺസിലിങ്ങിനുണ്ട്, കൗൺസിലിംഗ് ചെയ്യുമ്പോഴത്തേക്കും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അച്ഛൻ പറയുന്ന കുറച്ച് വാക്കുകളുണ്ടല്ലോ, ഓരോരുത്തരും ഓരോ പ്രശ്നം പറയുമ്പോൾ അതൊക്കെ എഴുതിയെടുക്കാം. അപ്പോൾ എന്നോട് വന്നിട്ട് അറിയില്ല, ആ പ്രശ്നം പറയുമ്പോൾ അച്ഛൻ പറയണം, മറുപടി തന്നെ പറയാമെന്ന് പറഞ്ഞ ഒരു ബുക്കും ഡയറിയൊക്കെ എടുത്തിട്ട് ഞാൻ വന്ന് ഇരിക്കുക അവിടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വന്ന് ഇരിക്കുമ്പോൾ ഈ ബിൽഡിങ്ങിൽ 2ാമത്തെ മുറി, പ്രൈസ് ദി ലോർഡ്, നേരത്തെ വന്നവർക്കൊക്കെ അതറിയാം, അവിടെയാണ് ഞാൻ കൗൺസിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ കുറച്ച് പേര് നിൽക്കാണ്ട് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞതേ മുകളിൽ പോയിക്കോ, അവിടെ അവർക്ക് കൗൺസിലിംഗ് ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് ടെൻഷനും പേടിയായി. ഞാൻ പറഞ്ഞ, അച്ഛോ എനിക്ക് കൗൺസിലിംഗ് അറിയില്ലല്ലോ, ഞാൻ പോയിട്ട് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അച്ഛൻ പറഞ്ഞ്, ഈശോനെക്കുറിച്ച് പറ, ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഈശോനെക്കുറിച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ ഈശോനെക്കുറിച്ച് പറയുന്നതാണ് കൗൺസിലിംഗ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോഴത്തേക്ക് ആ വാതിലെന്ന് പറഞ്ഞാൽ തുറന്നിരിക്കുക, ചെറിയ മുറിയാണ്. ആൾക്കാരൊക്കെ പകുതി റൂമിൻ്റെ അകത്താണ്. ഒരു 10-12 ചേച്ചിമാർ ലൈനിലിങ്ങനെ നിൽക്കുക. അപ്പോൾ ആദ്യം ഒരു ചേച്ചിയാണ് വന്നത്. അപ്പോൾ ഇത് ഞാൻ പറയുന്നതൊക്കെ ഇത്
മറ്റുള്ളവർക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ എനിക്കാണെങ്കിൽ വലിയ നാണക്കേടും പേടിയും, അച്ഛൻ്റെ പേര് ചീത്തയാവും, ഇത് പറ്റിപ്പാന്നൊക്കെ ആൾക്കാർക്ക് തോന്നും എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വിഷമിച്ച് അവിടെ ഇരിക്കുക. ബൈബിൾ മാത്രം കയ്യിലുണ്ട്. അപ്പോൾ ആദ്യം ഒരു ചേച്ചി വന്നിട്ട് അവരെന്നോട് ആദ്യമായിട്ടാണ്, ഇതാണ് തിരഞ്ഞെടുപ്പ്, ദൈവത്തിനെല്ലാം നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നമ്മൾ ചിലപ്പോൾ കണ്ണടച്ച് കളയും, നമ്മൾ അത് മനസ്സിലാക്കില്ല. നമ്മൾ എപ്പോഴും അതിനെ ആഗ്രഹിക്കണം. ദൈവത്തിൻ്റെ ജോലി, ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അതിന് വേണ്ടി ഞാൻ ജോലി ചെയ്യണം. ഇതൊക്കെ ഞാൻ ഇവിടെ വന്ന് ഞാൻ പഠിച്ച, ദൈവം പ്രവർത്തിക്കുമ്പോൾ ഞാൻ പഠിച്ച. ഞാൻ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ആദ്യം ഒരു ചേച്ചി കയറി വന്നിട്ട് എന്നോട് പറഞ്ഞ്, 7 കൊല്ലമായിട്ട് എനിക്ക് വലത്തേ കൈ പൊക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്നോട് ഇവിടെ ആൾക്കാർ പറഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ശരിയാവുമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് ഞാൻ കൗൺസിലിങ്ങിന് എന്ത് മറുപടിയാണ് പറയേണ്ടത്? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവരിങ്ങനെ നോക്കി വയ്ക്കുക, മറ്റുള്ളവർ ബാക്കി നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ നോക്കിയാൽ ഞാനെന്താ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ശ്രദ്ധിക്കുക, എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, ഞാൻ എന്ത് മറുപടിയാണ് പറയണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ്, അപ്പോൾ അവർ കൈ പൊക്കി കാണിച്ചു. ഇത്രയും കൈ ഇതിനേക്കാളും മുകളിലേക്ക് പൊക്കാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ അവരോട് പറഞ്ഞ്, ഈശോ ദൈവത്തിൻ്റെ ഏകപുത്രനാണ്, നമുക്ക് വേണ്ടിയിട്ട് കുരിശിൽ മരിച്ചത്. നമുക്ക് ആത്മാവും ശരീരവും ഉണ്ട്. ശരീരം ഈ ലോകത്ത് മരിക്കും, പക്ഷെ ആത്മാവിൻ്റെ രക്ഷ നമ്മൾ പാപം ചെയ്തുകൊണ്ട് അത് മരിച്ച നിലയിലുള്ള അത് നിത്യമായിട്ട് ജീവിക്കണം. അപ്പോൾ ആത്മാവ് എപ്പോഴും ജീവിക്കണം, ആത്മാവ് അടിമത്വത്തിൽ ആകരുത്. അതിനു വേണ്ടിയിട്ട് ഈശോ കുരിശിൽ മരിച്ച ഈശോയിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. അവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അവർക്ക് മനസ്സിലാകണില്ല എന്നാൽ അല്ല, എനിക്ക് മനസ്സിലാകത്താണ് അവരിങ്ങനെ നോക്കി വയ്ക്കുക, എല്ലാവരും നോക്കി വയ്ക്കുക. എനിക്ക് കുറച്ചുകൂടി പേടിയായിട്ട് ഞാൻ ഈശോയെ എന്ന് പറഞ്ഞിട്ട് ബൈബിൾ നോട്ട് തുറന്ന്, എപ്പോഴും ഞാൻ ചെയ്യുന്നത് ബൈബിൾ തുറക്കുന്ന എന്നിട്ട് എൻ്റെ വിരൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ലോകത്ത് വേറൊരു നാമം ഇല്ല, നാമം എന്ന് പറഞ്ഞു കിട്ടി. അത് മാത്രമേ ഞാൻ വായിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ, ഈശോയുടെ നാമത്തിൽ എല്ലാം സാധ്യമാണ് ചേച്ചി, ഈശോയുടെ നാമത്തിൽ അങ്ങോട്ട് കൈ പൊക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെ കൈ വെച്ചിരുന്ന ആ ചേച്ചി ആരോ അവരുടെ കൈ അങ്ങോട്ട് പൊക്കി, ഈശോ എന്ന് പറഞ്ഞിട്ട് പൊക്കി. അതാണ് ആദ്യത്തെ അടയാളം, ദൈവം തിരഞ്ഞെടുത്ത് ഉറപ്പിച്ചു തന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇത് നമ്മൾ എല്ലാവരും സംശയിക്കും. നമുക്ക് എന്താ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക, അത് അന്വേഷിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണ്. എല്ലാ മകനെയും മകളെയും കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. അത് നമ്മൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അതിലേക്ക് ശ്രദ്ധിക്കില്ല. അത് നിൻ്റെ ഉയർച്ചയിലേക്കാണ്, നിൻ്റെ നാശത്തിനല്ല. അത് ഈശോയുടെ വാഗ്ദാനമാണ്. പക്ഷേ നമ്മൾ ഇതെല്ലാം എന്താന്ന് വെച്ചാൽ ഇതെല്ലാം മറന്നിട്ട് നമ്മൾ എവിടെ പോകുമെന്ന് വെച്ചാൽ നമ്മളുടെ ആവശ്യങ്ങൾ, ഈ ലോകത്തിൻ്റെ ഇഷ്ടം, അത് നമ്മളുടെ ലോകത്തിൻ്റെ ഇഷ്ടമായിരിക്കും നമ്മൾ അന്വേഷിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എപ്പോഴും നമുക്ക് എന്താണെന്ന് വെച്ചാൽ അനുഗ്രഹം വേണം, എനിക്ക് ഇത് കിട്ടണം, അത് കിട്ടണം. നമ്മൾ കമ്പാരിസൺ ചെയ്യും. ലോകത്തിൽ മറ്റുള്ളവരെ നോക്കിയിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, എനിക്കിത് വേണം, എൻ്റെ ജീവിതം ഇങ്ങനെയാകണം, അങ്ങനെയാകണം എന്ന് വെച്ച് ലോകത്തിൻ്റെ ഇഷ്ടം നമ്മളുടെ ഇഷ്ടമായിട്ട് മാറ്റും. അവിടെ പ്രശ്നമാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മളെ സംരക്ഷണം എല്ലാം നഷ്ടപ്പെടും. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ദൈവരാജ്യത്തിൽ ഇരുന്ന് ലോകരാജ്യത്തിലേക്ക് മാറിക്കിടക്കുക. നമ്മൾ ട്രാക്ക് തെറ്റിയിരിക്കുക. ഇത് പാരലലായിട്ടുള്ളതാണ്. ദൈവരാജ്യം ലോകരാജ്യവും. നമ്മൾ എന്താ കാര്യമെന്ന് വെച്ചാൽ പലവരും ലോകരാജ്യത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ലോകരാജ്യത്തിലുള്ളപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കാറില്ല, സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ലോകരാജ്യത്തിൽ ഇരുന്ന് ദൈവത്തോട് അനുഗ്രഹം ചോദിക്കുമ്പോൾ അനുഗ്രഹമൊക്കെ കിട്ടും, പക്ഷെ അത് നഷ്ടപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യം എന്ന് വെച്ചാൽ ദൈവമാണ്, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് അമ്മ. അപ്പോൾ ഈ പത്രോസ് ആദ്യമായിട്ട് ഈശോനെ കാണുമ്പോൾ പത്രോസ് എവിടെയാണ്? ലോകരാജ്യത്തിലാണ്. ലൂക്ക 5:6 6 തൊട്ട് 8 വരെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വലയിട്ട് കഴിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞ് വലയിടാൻ. അനുഗ്രഹത്തിൻ്റെ വലയാണ് അത് ഇട്ടത്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹത്തിൻ്റെ വല ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ മീൻ കിട്ടി, കുറേ അനുഗ്രഹം കിട്ടി, പക്ഷേ അത് വലയില്ലെങ്കിൽ പോയി, അത് നഷ്ടപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്.
ഇത് തന്നെ അന്ന് പത്രോസ് ലോകരാജ്യത്തിലാണ്. ഇത് ശ്രദ്ധിക്കണം, ഞാൻ പറയണത് ശ്രദ്ധിക്കണം. നിങ്ങൾക്കെല്ലാം വലിയ അനുഭവങ്ങളുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഇത് തന്നെ പത്രോസ് യേശുവോടെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ദൈവ പദ്ധതിക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം അപ്പോൾ ദൈവരാജ്യത്തിലേക്ക് മാറി. ലോകരാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തേക്ക് മാറി. അത് യോഹന്നാൻ 21:11 അപ്പോഴും വലയിൽ മീൻ വന്ന് കുറേ മീൻ കിട്ടി, കുറേ അനുഗ്രഹങ്ങൾ കിട്ടി. പക്ഷെ അത് നഷ്ടപ്പെട്ടില്ല, വല കീറിയില്ല. പ്രൈസ് ദി ലോർഡ്. അത്രയും തന്നെ മീൻ കിട്ടിയപ്പോഴത്തേക്കും വല കീറിയിട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ വാഗ്ദാനങ്ങളൊക്കെ നിറവേറുന്നത് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ ഒന്നിനെക്കുറിച്ച് വിഷമിക്കേണ്ട, നീ എന്ത് ഭക്ഷിക്കണം എന്ത് ഉടുക്കണം എന്ന് നീ വിഷമിക്കേണ്ട, ഇതെല്ലാം ദൈവരാജ്യത്തിൻ്റെ പാക്കേജാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിൻ്റെ കോംബോ പാക്കേജ് എന്ന് പറയും. ചില ഹോട്ടൽസിലൊക്കെ കോംബോ പാക്കേജ് ഉണ്ടാവില്ല, അതുപോലെ പാക്കേജാണ്. നീ ദൈവരാജ്യത്തെ അന്വേഷിച്ച് അതിൻ്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നിനക്ക് ബാക്കിയുള്ളത് നീ ചോദിക്കാതെ തന്നെ നിനക്ക് കിട്ടും. നമ്മൾ ഇവിടെ വന്ന് നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ വന്ന് നിയോഗങ്ങളെല്ലാം നമ്മൾ എഴുതും, ഇല്ലെങ്കിലും നമ്മൾ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കുറേ അനുഗ്രഹം വേണം. നമ്മൾ ആദ്യത്തെ ലക്ഷ്യം വേണ്ടിയത് ഞാൻ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് ഞാൻ കടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ആണ് ഞാൻ 2 വാക്ക് ഒരു 5 മിനിറ്റ് എന്നെ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. പ്രൈസ് ദി ലോർഡ്. അതിലേക്ക് കടന്നു കഴിയുമ്പോൾ ദൈവരാജ്യത്തിലേക്ക് കടക്കുമ്പോഴാണ് ദൈവം ഈ സങ്കീർത്തനം 69:9 പറയുന്നത്, നിനക്ക് വരുന്ന അപമാനങ്ങളൊക്കെ അത് എനിക്കുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതേപോലെ 1 പത്രോസ് 5:19 പറയുന്നത് ഈ പ്രതികാരം എൻ്റെ ആണെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ നീ പരിപൂർണമായിട്ട് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഞാൻ ദൈവരാജ്യത്തിൻ്റെ അകത്താണ്, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണോ ഇല്ല. അതെങ്ങനെ പോകണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ദൈവരാജ്യത്തിലേക്ക് കടക്കാൻ എന്ത് ചെയ്യണം, എന്താ ചെയ്യേണ്ടത്? ദൈവരാജ്യത്തിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ദൈവം സംരക്ഷിച്ചോളും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പുറത്താകുന്ന ദൈവരാജ്യത്തിൽ നിന്ന് പുറത്താക്കുന്ന ആരാണ്? പിശാചാണ്. ദൈവരാജ്യത്തിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അവൻ അയച്ചവനിൽ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതം ആര് നിറവേറ്റുന്നോ അവനാണ് ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ മത്തായി 7:21 എവനാണ് ദൈവത്തിൻ്റെ തിരുമനസ്സ് നിറവേറ്റുവോ അവൻ ദൈവരാജ്യത്തിൻ്റെ അകത്ത് കടക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ തിരുമനസ്സ് നിറവേറ്റാൻ നമ്മൾ പഠിക്കണം. ആദ്യം അതിന് മനസ്സിലാകേണ്ടത് ദൈവത്തിൻ്റെ തിരുമനസ്സ് എന്താണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ തിരുമനസ്സ് എന്താണ്? ദൈവത്തിൻ്റെ തിരുമനസ്സ് മനസ്സിലാക്കി നമ്മൾ എല്ലാവരും ഉടമ്പടി എടുത്തവരും എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവം എന്നെക്കൊണ്ട് എന്താ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം ഈ കാറ് വാങ്ങിക്കാനോ വീട് വയ്ക്കാനോ അതൊന്നുമില്ല ആഗ്രഹിക്കുന്നത്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ നീ പുറത്തിരുന്ന് അകത്തേക്ക് കടക്കണം. അകത്തേക്ക് കടക്കണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? മത്തായി 7:21 അതാണ്. ദൈവം ആഗ്രഹിക്കുന്നത് അവൻ അയച്ചവനിൽ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നുവെച്ചാൽ പിതാവ് അയച്ചതാരെയാണ്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവഹിതം അതാണ്. പ്രൈസ് ദി ലോർഡ്. നിന്നെക്കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. എന്നാലേ നീ ദൈവരാജ്യത്തിലേക്ക് കടക്കും, നീ ദൈവത്തിൻ്റെ കൺട്രോളിലേക്ക് വരുള്ളൂ, നിയന്ത്രണത്തിലേക്ക് വരുള്ളൂ, ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ആദ്യം ദൈവഹിതം മനസ്സിലാക്കണം. ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മളെക്കൊണ്ട് ആഗ്രഹിക്കുന്നത് ഈശോയിൽ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഞാനൊക്കെ ഈശോയിൽ വിശ്വസിക്കേണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. ഞാനൊക്കെ ഈശോയിലല്ലേ വിശ്വസിച്ചുകൊണ്ടിരിക്കണം, അതുകൊണ്ടല്ലേ ഇവിടെ വന്നത്. പക്ഷെ അത് വിശ്വാസമാണ്, ഹൃദയം കൊണ്ടുള്ള വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കണം. വിശ്വസിക്കണമെങ്കിൽ അതിന് കൃപ ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കൃപ എവിടെ നിന്ന് കിട്ടും? ഹല്ലേലൂയ. നമ്മൾക്കൊക്കെ ഒരു തോന്നലുണ്ട്, എനിക്ക് വിശ്വാസമാണ്. വിശ്വാസമാണെങ്കിൽ ഒരു ചെറിയ ഉൾക്കണ്ട വന്നാൽ നിൻ്റെ മുഖം മാറുന്നത് എന്തുകൊണ്ടാണ്?
പേടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു ചെറിയ ഒരു ന്യൂസ് കേട്ടാൽ മതി, പേടി, വിഷമം, കരച്ചൽ, ബഹളമായി, സങ്കടമായി, നിരാശയായി. അപ്പോൾ യഥാർത്ഥത്തിൽ നിനക്ക് വിശ്വാസം ഉണ്ടാ? വിശ്വാസം ഉണ്ടാകുന്ന നീ തന്നെ പരിശോധിച്ച് നോക്കണം. വിശ്വാസത്തിൽ എപ്പോഴും വിശ്വാസം ഉണ്ടെങ്കിൽ എപ്പോഴും സമാധാനവും സന്തോഷവുമായിരിക്കും. അതുണ്ടായി നമുക്ക്. അതിൻ്റെ കാരണം എന്താ? യഥാർത്ഥത്തിൽ എനിക്ക് ഹൃദയത്തിലിരുന്ന വിശ്വാസം ഇല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ്? അത് വിശ്വസിക്കേണ്ടത് റോമ 11:6 ദൈവത്തിൻ്റെ കൃപ കൊണ്ട് തന്നെയാണ് വിശ്വാസം കിട്ടുന്നത്. അത് സൗജന്യമാണ്. പ്രൈസ് ദി ലോർഡ്. സൗജന്യമായി കിട്ടുന്ന സമ്മാനമാണ്. അത് കൃപ വരുന്നത് യേശുക്രിസ്തുവിലിരുന്നാണ്. യോഹന്നാൻ 1:17 കൃപ വരുന്നത് യേശുവിലിരുന്നാണ് കൃപ കിട്ടുന്നത്. അപ്പോൾ വിശ്വാസം, യേശുവിൽ വിശ്വസിക്കണമെങ്കിൽ എപ്പോഴും യേശുവോട് ആരാധിച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, യേശുവെ, നിന്നെ വിശ്വസിക്കാനുള്ള കൃപ എനിക്ക് നീ തരണേ. പ്രൈസ് ദി ലോർഡ്. അത് നമ്മളെ പ്രാർത്ഥനയിൽ ആദ്യത്തെ വരി അതായിരിക്കണം. യേശുവെ, നിന്നെ വിശ്വസിക്കാനുള്ള കൃപ എനിക്ക് തരണേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ വിശ്വസിക്കാനുള്ള കൃപ എനിക്ക് തരണേ എന്ന് പറഞ്ഞ് നമുക്ക് ആദ്യത്തെ പ്രാർത്ഥന നമുക്കതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിനെ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ യേശുവിടെ കൂടെ നടക്കണം. യേശുവിടെ കൂടെ നടക്കണം. മാർക്ക് 34 ഈശോ പറഞ്ഞ എൻ്റെ കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ നിന്നെ അവഗണിച്ചുകൊണ്ട്, മറന്നുകൊണ്ട് നീ നിൻ്റെ കുരിശും എടുത്ത് എൻ്റെ പുറകെ നടക്കാമെന്ന. നിന്നെ മറക്കുന്നത് എങ്ങനെയാണ്? പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിലിരുന്ന് ഈശോയിൽ വിശ്വാസം വർദ്ധിപ്പിക്കണമെങ്കിൽ ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഏറ്റവും, ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വളരും. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നിന്നെ മറക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക്, എന്നോട്, എന്നെക്കൊണ്ട്, ഞാൻ, ഇത്ര 5 കാര്യം വിട്ടുകളയുക. ഞാനാണ്, അല്ലേ, എനിക്കാണ്, എന്നോടാണ്, എന്നെക്കൊണ്ട്. അപ്പോൾ എനിക്ക് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇത് മറക്കുമ്പോൾ ഇത് അഹങ്കാരമാണ്. പ്രൈസ് ദി ലോർഡ്. അഹങ്കരിക്കുന്നവരെ ദൈവം അകത്തിക്കളയുന്ന പറയണം. 1 പത്രോസ് 5:5 പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് വിട്ടുകളയണം. എപ്പോഴും ദൈവമേ, നിൻ്റെ ഇഷ്ടം എന്താണോ അത് നിറവേറ്റണം. എനിക്ക്, എന്നോട്, എന്നെക്കൊണ്ട് അതൊന്നും സംസാരിക്കാതെ, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നീ ചോദിക്കുന്നതും ഒന്ന് തന്നെയാണ്. നമ്മൾ പറയേണ്ടത്, ദൈവമേ, നിൻ്റെ ഇഷ്ടം എന്താണോ അത് നീ നടപ്പിലാക്കുക. ഈശോ അങ്ങനെയാണ് പിതാവിനോട് പ്രാർത്ഥിച്ചത്. ലൂക്ക 22:42 ഈശോ പ്രാർത്ഥിച്ച ഇത് തന്നെയാണ്. എൻ്റെ ഇഷ്ടം പലതുമാണ്. എൻ്റെ ഇഷ്ടം ഇപ്പോൾ ഈ പാനപാത്രം എടുത്ത് മാറ്റണമെന്നാണ്. പക്ഷേ എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അതിന് ഈശോയുടെ വിശ്വാസം ഉണ്ടാകണം. തിരുമനസ് നമ്മൾ നടപ്പിലാക്കണം. ദൈവ തിരുമനസ് അവൻ്റെ മകനിൽ വിശ്വസിക്കുക. അവൻ്റെ മകനിൽ വിശ്വസിക്കണമെങ്കിൽ നീ ചെയ്യേണ്ടത് ഈശോ അടുത്ത് എന്നെ ചോദിക്കണം. കൃപ ഈ ലോകത്തേക്ക് വന്നത് ഈശോയെ നിന്നെ കൊണ്ടാണ്. ഇത് സൗജന്യ സമ്മാനമാണ്. നീ തന്നെ എനിക്ക് തരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്സ് ഞാൻ തരാം. ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. ഇതാണ് പലവരും ദൈവരാജ്യത്തിൽ ഇരുന്ന് പുറത്തു പോകാനുള്ള കാരണം. പ്രൈസ് ദി ലോർഡ്. ഇത് ശ്രദ്ധിക്കണം. ഞാൻ പറയണ ഇത് ടിപ്സ് എഴുതി വെച്ചോ, ഇത് വേണമെങ്കിൽ ശ്രമിച്ചു നോക്കിക്കോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ എപ്പോഴും ദൈവരാജ്യത്തിൻ്റെ അകത്താകുമ്പോൾ നമുക്ക് സംരക്ഷണം ഉണ്ടാവും. ദൈവരാജ്യത്തിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും ഈശോയിലെ വിശ്വാസവും, അതേപോലെ എളിമപ്പെട്ട് നിൽക്കുക, അഹങ്കാരം ഇല്ലാതിരിക്കുക, തന്നെക്കുറിച്ചുള്ള ചിന്തയില്ലാതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത് നിന്നെക്കുറിച്ചുള്ള ചിന്തയും, എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, ഞാൻ പാവമാണല്ലോ, എനിക്കെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്ക് ഈ നഷ്ടം വന്നല്ലോ, എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ്, ആ ഒരു ബോധ്യം വരുമ്പോഴാണ് നമ്മൾ പുറത്തേക്ക് തള്ളപ്പെടുന്നത്. അപ്പം പിശാച് ചെയ്യുന്ന പരിപാടി ഇതാ, എങ്ങനെയെങ്കിലും ദൈവ പദ്ധതി നിന്നിൽ നടപ്പിലാകാതിരിക്കാൻ വേണ്ടി നിന്നെ പുറത്തേക്ക് എടുത്ത് കളയും. പ്രൈസ് ദി ലോർഡ്. പുറത്തേക്ക് തള്ളപ്പെടും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ആവശ്യമാണ്. എങ്ങനെയാണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ, അതെങ്ങനെയാണ് പുറത്തേക്ക് പോകണമെന്ന് വെച്ചാൽ,
അതിന് ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. വീട്ടിൽ ഇപ്പോൾ ഭാര്യയോ ഭർത്താവോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഭാര്യയോ ഭർത്താവോ ഇപ്പോൾ ഒരു വഴക്കിട്ട് ഒരു പ്രശ്നം നിങ്ങളെ ചീത്ത വിളിച്ച്, അല്ല ഭർത്താവ് ചീത്ത വിളിച്ച് അവമാനിച്ച് എന്തെങ്കിലും ചെയ്ത്, അപ്പോൾ ഈ പിശാച് ചെയ്യുന്ന പരിപാടി, പിശാച് പരാജയപ്പെട്ടവരാണ്. അപ്പോൾ പിശാചിന് വലിയ ശക്തിയൊന്നുമില്ല. പക്ഷെ അവൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവൻ അവിടെ കയറിയിട്ട് ഇതാദ്യം നമുക്കൊരു ബോധ്യം വേണം. ഒരിക്കലും പിശാചിനെ കൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ സാധിക്കില്ല, സാത്താനെ കൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവൻ പരാജയപ്പെട്ടവനാണ്. ഈശോ കുരിശിൽ അവനെ പരാജയപ്പെടുത്തിയിരിക്കുക. പക്ഷെ അവനിക്ക് എന്താ കാര്യമെന്ന് വെച്ചാൽ അവൻ നമ്മളെ ദൈവരാജ്യത്തിരുന്ന് പുറത്താക്കാൻ ശ്രമിക്കും. അപ്പോൾ പിശാച് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് വഴി ഭാര്യയെ പ്രലോഭനത്തിലേക്ക് കൊണ്ടുവരും, വഴക്കിടും, പ്രശ്നമുണ്ടാക്കും. അതിനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, അപ്പോൾ സാത്താൻ ആഗ്രഹിക്കുന്ന എന്താണ്, ഇവിടെ ഭർത്താവിനെ കൊണ്ട് പ്രലോഭനം, ദേഷ്യം എന്ന് പറഞ്ഞൊരു പിശാചിനെ അവിടെ കൊടുക്കുക, അവിടെ ഒരു അരൂപീനെ കൊടുക്കും, ദേഷ്യം. അപ്പോൾ ഭാര്യയ്ക്ക് ഒരു വെറുപ്പിൻ്റെ അരൂപയും കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഒന്ന് ചേർന്നിട്ട് അവരുടെ ദൈവ സാന്നിധ്യത്തെ നഷ്ടപ്പെട്ട് നിന്നെ പുറത്തേക്കാക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ സാത്താൻ എല്ലാവരുടെ മനസ്സിൽ കൊടുത്തിരിക്കുന്നത്, ആദ്യം ചെയ്തിരിക്കുന്നത് ഡിലേ ചെയ്യുക, ലേറ്റാക്കി കളയുക. അപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? ക്ഷമിക്കുക, മറ്റുള്ളവരോട് വെറുപ്പ് കളഞ്ഞിട്ട് ക്ഷമിക്കുക, അനുതപിക്കുക. പക്ഷേ സാത്താൻ നമ്മളെ മനസ്സിൽ കൊടുത്തിരിക്കുക, ഞാൻ പലവരോടും കൗൺസിലിംഗ് പറയാറുണ്ട്, പോയിട്ട് ഇപ്പോൾ ക്ഷമ പറയണം, അവരോട് നേരിട്ട് പോയി പറയണം, ഫോണിൽ പറഞ്ഞാൽ പറ്റില്ലാത്ത. പക്ഷേ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് പറയും, അതിൻ്റെ ഉള്ള സാഹചര്യം കിട്ടിയില്ല കേട്ടോ, അവർ എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ചെയ്യാം. ഡിലേ ചെയ്യിപ്പിക്കുക പിശാച് ചെയ്യുന്നത്. ഇപ്പോൾ വേണ്ട, പിന്നെ പറയാം. ഇപ്പോൾ ഭാര്യയും ഭർത്താവും വഴക്കാണെങ്കിൽ ഭാര്യയുടെ മനസ്സിൽ തോന്നും, ഭർത്താവ് എന്നെ വരെ തോന്നും, വന്ന ഉടനെ നമുക്ക് അങ്ങോട്ട് ക്ഷമ പറഞ്ഞ് രമ്യപ്പെടാമെന്നൊക്കെ തോന്നും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ആകട്ടെ, വൈകുന്നേരം ആയി കഴിയുമ്പോൾ രാത്രി കഴിയുമ്പോൾ കുറച്ചുകൂടി കഴിയട്ടെ, പ്രൈസ് ദി ലോർഡ്, കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറയുമ്പോൾ അതിനേക്കാളും കൂടുതൽ പ്രശ്നമായി പോകും, പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരിക്കലും ക്ഷമ പറയാൻ പറ്റാതെയാവും. ഇതാണ് പിശാച് പ്രവർത്തിക്കുന്നത്. ഡിലേ ചെയ്യിപ്പിക്കുക, ലേറ്റാക്കുമ്പോഴത്തേക്ക് അവൻ ശക്തി പ്രാപിക്കും. അവനെന്താ കാര്യമെന്ന് വെച്ചാൽ, നിനക്ക് ആദ്യം ഒരു ചെറിയ മുറിവ് മാത്രമേ ഹൃദയത്തിൽ സാത്താൻ തരുള്ളൂ. അത് ആ മുറിവ് വെച്ചിട്ട് അതിനെക്കുറിച്ച് ഓർത്ത് വെറുപ്പിൻ്റെ അരൂപി കൊണ്ടുവരും. പിന്നെ ചീത്ത വാക്കുകൾ പറയാൻ തോന്നും. ആ സമയത്ത് ആരെങ്കിലും കൊണ്ട് വിളിപ്പിക്കും, അവരോട് കുറ്റം പറയും. അപ്പോൾ കുറ്റം പറയണ അരൂപിയും വന്ന്, അപ്പോൾ ഇങ്ങനെ അവൻ 4-5 പിശാചുകൾ ഒന്ന് ചേർന്നിട്ട് പിന്നെ നിങ്ങളെ ദൈവരാജ്യത്തിരുന്ന് പുറത്താക്കിയിരിക്കുക, അകത്തേക്ക് കിടക്കാൻ സാധിക്കില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കില്ല. എപ്പോൾ നോക്കിയാലും ദൈവരാജ്യത്തിൻ്റെ അകത്താണെങ്കിൽ എപ്പോഴും സമാധാനവും സന്തോഷവുമാണ്, പ്രൈസ് ദി ലോർഡ്. ആ സന്തോഷവും സമാധാനവും നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത കാരണം നീ പുറത്തേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഇത് പിശാചിൻ്റെ ടെക്നിക്ക് തന്നെ എടുക്കുക. ഇത് ഈ ആഴ്ച, ഈ മാസം നിങ്ങൾ ചെയ്തോ. ഒരാൾ ഇപ്പോൾ ഭാര്യയാണ്, അപ്പോൾ അതുകൊണ്ട് എഫേസ്യർ 6:12 പരിശുദ്ധാത്മാവ് പറയുന്നത്, നിൻ്റെ യുദ്ധം ഒരിക്കലും മാംസത്തോടോ രക്തത്തോടോ ആയിരിക്കരുത്, സാത്താനോടായിരിക്കണമെന്നാണ്. നിൻ്റെ ഭർത്താവാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്ന, ഭർത്താവ് മദ്യപിച്ച് വന്നിട്ട് അലമ്പുണ്ടാക്കി, കുടുംബത്തെക്കുറിച്ച് ഉത്തരവാദിത്വമില്ല, നീ ചീത്ത വിളിച്ച് നീ പറയേണ്ടത് ഡിലേ ആക്കി കളയാം. ഞാൻ പിന്നെ സംസാരിച്ചോളാം, ഇതിനെക്കുറിച്ച് ഞാൻ പിന്നെ മിണ്ടാം, പിന്നെ കണ്ടോളാം, പ്രൈസ് ദി ലോർഡ്. അതിന് പറഞ്ഞിട്ട് പോവാം, പ്രൈസ് ദി ലോർഡ്. ഭാര്യയാണ് പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ ഭർത്താവ് പറയുക, ഇതിൻ്റെ മറുപടി ഞാൻ പിന്നെ പറയാം, ഡിലേ ആക്കി കളയുക, അപ്പം സംസാരിക്കരുത്, പ്രൈസ് ദി ലോർഡ്. അപ്പം സംസാരിച്ചാൽ ഈ പിശാച് ശക്തി പ്രാപിക്കും, നിന്നെ എടുത്ത് പുറത്താക്കും. നീ അപ്പോൾ പറയേണ്ടത്, ഞാൻ ഇത് പിന്നെ കണ്ടോളാം, പ്രൈസ് ദി ലോർഡ്. പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തെ ജപമാലയിലേക്ക് കൊണ്ടുവരണം. ഈശോയെ, ഇങ്ങനെയൊക്കെ ഇവിടെ ഈ സംഭവം ഉണ്ടായി, ഇത് ഞാൻ അമ്മ മാതാവേ ഞാൻ ജപമാലയിൽ സമർപ്പിക്കുക. അപ്പം നിന്നോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്ത്, നിന്നെ ചീത്ത വിളിച്ച്, നിന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞ്, അപ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണ്, എടീ നിന്നെക്കുറിച്ച് അവൾ ഇങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ അപ്പം തന്നെ വിളിച്ചിട്ടില്ല, അവരോട് പ്രതികരിക്കാൻ പോകരുത്, പ്രൈസ് ദി ലോർഡ്. അപ്പം തന്നെ പ്രതികരിക്കാതെ അമ്മ പറയേണ്ടത്, അതിൻ്റെ മറുപടി ഞാൻ പിന്നെ പറയാം, പ്രൈസ് ദി ലോർഡ്. ഞാൻ നേരിട്ട് പറഞ്ഞോളാം, പിന്നെ പറയാം. ഇത് ഞാൻ പറയാം, നിങ്ങൾ പ്രാർത്ഥിച്ചോ. നിങ്ങളെ ഭർത്താവ് തന്നെ നിങ്ങളോട് വന്ന് ക്ഷമ പറയും. ആദ്യം നിങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പിശാച് അവിടെ നിന്ന് വിട്ടുമാറും.
ഹല്ലേലൂയ. അതിന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അവൻ പരാജയപ്പെട്ടവനാണ്. നമുക്കിത് മനസ്സിലാകില്ല. അവൻ്റെ ടെക്നിക്ക് തന്നെ ഇതാണ്. അവൻ നമ്മളെ കൊണ്ട് രമ്യപ്പെടാനും അനുദപിക്കാനും താമസിപ്പിക്കുന്നത് പോലെ തന്നെ താമസിപ്പിക്കും. പിന്നെ നമ്മളും ആ ടെക്നിക്ക് തന്നെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ മറുപടി ഞാൻ പിന്നെ പറയാം. പിന്നെ ഞാൻ പുറത്തേക്ക് പോയിട്ട് വരട്ടെ, നാളെ ആകട്ടെ, മറ്റന്നാളാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് എന്താണെന്ന് അപ്പം തന്നെ അത് പ്രതികരിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. ആ സമാധാനം കിട്ടാത്ത നിൻ്റെ ഇല്ല, അത് പിശാചിനാണ് സമാധാനം കിട്ടാത്തത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഞാൻ അതിനെ മറുപടി പറയണം, ഇപ്പം എന്നോടാണ് പറഞ്ഞിരിക്കണം, ഞാൻ ഇപ്പം തന്നെ പ്രതികരിക്കണം. ഇപ്പം ചോദിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമായി, ആ തൃപ്തിയായി. ആ തൃപ്തി നിൻ്റെ ഇല്ല, പിശാചിൻ്റെ ആയിരിക്കും. പിശാചിനെ ബോധ്യമായി, ഇവൻ എൻ്റെ പിടിയിലായി, ദൈവരാജ്യത്തിരുന്ന് പുറത്തായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനിക്ക് ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിൻ്റെ അകത്ത് നീ ആണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നിന്നെ ആരെങ്കിലും അവമാനിച്ചു കഴിഞ്ഞാൽ ആ അപമാനം ദൈവത്തിൻ്റെ ആണെന്നാണ് സങ്കീർത്തനം 69:9 പറയുന്നത്. അത് നിൻ്റെ ഇല്ല. എന്നിട്ട് അതേപോലെ ദൈവം പറയുന്ന ആ പ്രതികാരം എൻ്റെയാണ്. ഈ ദൈവം പ്രതികാരം ചെയ്യുന്നത് നിന്നോട് ആരെങ്കിലും നിന്നെ അപമാനിച്ചു കഴിഞ്ഞാലോ, നിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാലോ, ഇല്ല നിന്നെ ദ്രോഹിച്ചു കഴിഞ്ഞാലോ, ദൈവം ഈ ഹിന്ദി സിനിമയെ പോലെ ഈ നായകന്മാരെ പോലെ തോക്കെടുത്തുകൊണ്ട് വന്നവരെ ചുടയൊന്നുമില്ല. ദൈവം ചെയ്യില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിന്നെ ആരാണ് അവമാനിച്ചതോ അവരുടെ മുമ്പിൽ നിന്നെ ഉയർത്തും. കുറച്ച് കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് നിന്നെ ഉയർത്തി കാണിക്കും. ദൈവം വല്ലാതെ ഉയർത്തിക്കളയും. അതാണ് ദൈവം ചെയ്യുന്ന പ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ ആരൊക്കെ നിന്നെ ദ്രോഹിച്ചോ അവരുടെ മുമ്പിൽ നിന്നെ നീതിമാനാക്കി നിന്നെ ഉയർത്തും. ഏത് മേഖലയിലാണെങ്കിലും നിന്നെ ഉയർത്തിക്കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതുകൂടി പറഞ്ഞില്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആകില്ല. അതുകൊണ്ടാണ് ഈ ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. ഇതൊക്കെ ഞാൻ വെറുതെ എവിടെയെങ്കിലും കേട്ടിട്ടില്ല പറയണം. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ പറയണം. ഞങ്ങൾക്ക് വീടില്ലാത്ത കാലത്ത്, പ്രൈസ് ദി ലോർഡ്, ഒരു കുടിൽ പോലെ വീട്ടിൽ താമസിച്ച് ഇരിക്കുക, 12,000 രൂപ പണയത്തിന് താമസിക്കുക. എന്നിട്ട് ആ വീട് അവിടെ വെള്ളം നിൽക്കുമായിരുന്നു. ഞാൻ അത് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീട് കാലിയാക്കേണ്ടി വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കടം വന്ന്. അപ്പോൾ ഈ 12,000-ലിരുന്ന് 10,000 എടുത്ത് ആ കടം തീർക്കണം. അപ്പോൾ അതുകൊണ്ട് ആ പൈസ എടുത്തിട്ട് 2,000 അഡ്വാൻസ് കൊടുത്ത് വാടകയ്ക്ക് വീടെടുക്കാമെന്ന് പറഞ്ഞ് അമ്മ നോക്കിയാൽ, ഞാനും അമ്മയും കൂടിയാണ് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ചെറിയ വാടകയ്ക്ക്. അപ്പോൾ ഞങ്ങളൊരു സ്വന്തക്കാരുണ്ട്. അവരുടെ വീട് കുറേ കാലമായിട്ട് പൂട്ടിയിട്ടിരിക്കുക, വെറുതെ ഇരിക്കുക. അപ്പോൾ ആരോ പറഞ്ഞ് അവരോട് പോയി ചോദിക്കും, 10-200 രൂപയ്ക്ക് അവർ വീട് വാടകയ്ക്ക് തരും. അവർ ആളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അവർ വലിയ നല്ല നിലയിലാണ്. അപ്പം ഞാനും കൂടെ ഉണ്ട്. അപ്പോൾ അമ്മയുടെ കൂടെ എപ്പോഴും എൻ്റെ കയ്യിൽ അന്നും ഒരു ബൈബിൾ ഉണ്ടാവും. ഇതറിയാത്ത കാലത്തിലും എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ, ബൈബിൾ എന്ന് വെച്ചാൽ ഒരു ഹൈന്ദവരൊക്കെ ഈ ഏലസ് വയ്ക്കും, ചിലർ കെട്ടിവെക്കും, അതൊരു രക്ഷയാണെന്ന് പറഞ്ഞ്. അതൊന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ ഇത് ബൈബിൾ ഇങ്ങനെ ഉണ്ടാവും. എൻ്റെ ഒരു കൂട്ടുകാരൻ, ക്ലാസ്മേറ്റ് എനിക്ക് തന്ന ഒരു പച്ച കളറ് ചെറിയ ബൈബിൾ, പുതിയ നിയമം. അപ്പോൾ അത് ഈശോ തന്നെയാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാനും അമ്മയും കൂടി ആ വീട്ടിൽ പോയപ്പോഴത്തേക്കും അവിടെ ഇരുന്നിട്ട് അമ്മ പറഞ്ഞ്, ആ വീട് കുറച്ച് കാലത്തേക്ക് വാടകയ്ക്ക് തരാമോ, അത് അവിടെ പൂട്ടിയിരിക്കുകയല്ലേ, ആൾക്കാർ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അങ്ങേര് എടുത്ത്, ആ കാരണവർ അമ്മയുടെ സ്വന്തമാണ്, സ്വന്തം അമ്മാവനെ പോലെയാണ്, വല്യച്ഛൻ്റെ മകനാണ്. അങ്ങേര് പറഞ്ഞത് ഒറ്റ വാക്ക്, നിങ്ങളെ കൊണ്ടൊന്നും ഈ വാടക തരാൻ സാധിക്കില്ല, പിന്നെ വഴക്കാക്കും. പ്രൈസ് ദി ലോർഡ്. 200 രൂപ തരാൻ സാധിക്കില്ലെന്ന്. അവർക്ക് വേറെ എന്തെങ്കിലും കാരണം പറയാമായിരുന്നു. അത് ഞാനും ഉണ്ട്. അമ്മയ്ക്ക് അത് വലിയ സങ്കടമായി. എനിക്കതിനെ അമ്മ സങ്കടപ്പെട്ടത് കണ്ടപ്പോൾ എനിക്കും വലിയ സങ്കടമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ നമ്മളെ സങ്കടങ്ങൾ നമ്മളെ ഹൃദയത്തിലുള്ള ദൈവം കാണും. ഈ അപമാനം നിൻ്റെ ഇല്ല, അത് എൻ്റെ ആയിരുന്നു എന്ന് പിന്നെയാണ് ദൈവം കാണിച്ചതെന്ന്. അവരുടെ മുമ്പിൽ ദൈവം ഉയർത്തി എന്നെ. ഞാൻ പറഞ്ഞല്ലേ, ആ കൊച്ചിയിൽ ഞാൻ കണ്ടിട്ടില്ല, ഫോട്ടോച്ചിയിലോ മട്ടാഞ്ചേരിയിലോ അത്രയും വലിയ വീടാണ് ദൈവം തന്ന. അത്രയ്ക്ക് ഉയർത്തി നമ്മളെ. അതാണ് നമ്മളെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഞാൻ ദൈവരാജ്യത്തിരുന്ന് പുറത്താകാതെ നോക്കണം. അത് നിന്നെക്കുറിച്ചൊരു ചിന്ത വരുമ്പോൾ
അപമാനിക്കുമ്പോൾ നീ തിരിച്ച് സംസാരിക്കുമ്പോഴാണ് അതിൻ്റെ കാരണം നിന്നെക്കുറിച്ചൊരു ചിന്തയുള്ളത് കൊണ്ടാണ് നീ തിരിച്ച് സംസാരിക്കുന്നത്. അത് മിണ്ടരുത്. ഞാൻ പിന്നെ ആയിക്കോട്ടെ, ഞാൻ എൻ്റെ ഈശോ എടുത്ത് പറയാം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത് ഈശോ ആണ് അനുവദിച്ചത്. എൻ്റെ ജീവിതം ഞാൻ തീരെഴുതി വെച്ചിരിക്കുക ഈശോയ്ക്ക് വേണ്ടിയിട്ട്, അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരാൾ എന്നെ അപമാനിച്ചു കഴിഞ്ഞാലോ, ഒരു ചീത്ത വിളിച്ചാലോ, ഭർത്താവിൻ്റെ വായിരുന്ന ഒരു വാക്ക്, എനിക്ക് വിഷമിക്കുന്ന ഒരു വാക്ക് എനിക്ക് വന്നു കഴിഞ്ഞാലോ, അത് അവരില്ല പറഞ്ഞത്, അത് ദൈവം അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ് എന്നെ കൃപയിൽ വളർത്താൻ വേണ്ടി. ഞാൻ മിണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആ താമസമാക്കി അത് താമസിപ്പിക്കണം. അത് പ്രതികരിക്കേണ്ടത് ഉടനെ പ്രതികരിക്കാതെ താമസിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ പ്രശ്നം ഉണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.